ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 49-ാമത്തെ ആയത്ത്. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. ഫറവോനിന്റെ ആളുകൾ നിങ്ങളെ നിഷ്ഠൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കെ അവരിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം. നിങ്ങളുടെ ആൺമക്കളെ അവർ അറുകൊല ചെയ്തു, നിങ്ങളുടെ പെണ്ണുങ്ങളെ അവർ വെറുതെ വിടുകയും ചെയ്തു. അതിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു മഹാപരീക്ഷണമുണ്ടായിരുന്നു. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ. നജ്ജൈനാക്കും മിൻ മീമിലേക്ക് ചേർത്തിക്കൊണ്ട് മറ്റൊരു മീമിനെ പറയുന്നു, മണിച്ചുകൊണ്ട് ഓതുക. ഫിർഔൻ എന്നാണ് പറയേണ്ടത്, ഫിർഔൻ എന്നല്ല. യസൂമൂനകും സൂഅൽ അദാബ്, സൂ എന്ന് നിർബന്ധമായും നീട്ടുക. അതുപോലെ തന്നെ അബ്നാഅക്കും അവിടെയും നിർബന്ധമായും 4-5 ഹർക്കത്തിന്റെ അളവിൽ നീട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തിൽ തന്നെ നിസാഅക്കും എന്നും ബലാ എന്ന് പറയുന്നിടത്തൊക്കെ 4-5 ഹർക്കത്തിന്റെ അളവിൽ നിർബന്ധമായും നീട്ടേണ്ടതുണ്ട്. വഫീ ദാലികും ബലാ, വഫീ ദാലികും ബലാ, സുക്കൂനുള്ള ദാലിക്കും സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരുമ്പോൾ അതിലേക്ക് ചേർത്ത് പറയുന്നു, മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ബലാഉം മിർ റബ്ബിക്കും അദീം. ബലാഉം ആ മീമിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുമ്പോൾ തൻവീനിനെ, ബലാഉൻ എന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ചുകൊണ്ടാണ് മണിച്ച് ഓതേണ്ടത്. മിൻ റബ്ബിക്കും എന്നത് മിർ റബ്ബിക്കും എന്നാവുന്നു. റായിലേക്ക് സുക്കൂനുള്ള നൂനിനെ കൂട്ടിലയിപ്പിച്ചുകൊണ്ട് പറയുന്നു, എന്നാൽ മണിക്കുന്നില്ല. മിർ റബ്ബിക്കും അദീം. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നും അദ്ദേഹത്തിന്റെ മക്കളാണ് ഇസ്രായേൽ മക്കളെന്ന് അറിയപ്പെടുന്നത് എന്നും 40-ാം വചനത്തിന്റെ ആസ്വാദനത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. യാക്കോബിന് തന്റെ 4 ഇണകളിൽ നിന്നായി 13 മക്കളാണുണ്ടായിരുന്നത്. 12 ആണുങ്ങളും ഒരേ ഒരു പെൺകുട്ടിയും. ഇതിലെ 12 ആൺമക്കളുടെ സന്തതി പരമ്പരയാണ് ഹിബ്രുവിൽ ബനി ഇസ്രായേൽ എന്ന് അറിയപ്പെട്ടത്. യാക്കോബിന് ലേയയിലുണ്ടായ റൂബൻ, ഷിമയോൻ, ലേവി, യഹൂദ അഥവാ യൂദ, ഇസ്സാക്കർ, സെബുലൂൺ എന്നിവരും, ബിൽഹയിലുണ്ടായ ദാനെ, നഫ്താലി എന്നിവരും, സിൽപ്പയിലുണ്ടായ ഗാദി, ആഷേർ എന്നിവരും, റാഖേലിലുണ്ടായ യോസഫ്, ബെന്യാമിൻ എന്നിവരുമാണ് ബനി ഇസ്രായേലിന്റെ ഗോത്രപിതാക്കളായി അറിയപ്പെടുന്നത്. ഹെബ്രോനിലെ കനാൻ ദേശമായിരുന്നു യാക്കോബിന്റെയും മക്കളുടെയും താമസസ്ഥലം. യോസെഫിനെതിരെ സഹോദരങ്ങൾ നടത്തിയ ഗൂഢാലോചനയെയും അതിന്റെ ഫലമായി അത്ഭുതകരമായി അദ്ദേഹം ഈജിപ്തിലെത്തിയതിനെയും ഏറെ പരീക്ഷണങ്ങൾക്ക് ശേഷം അവസാനം അവിടുത്തെ മന്ത്രിയായി തീർന്നതിനെയും കുറിച്ച ഏകദേശം സമാനമായ വിവരങ്ങളാണ് ഖുർആനിലും ബൈബിളിലുമുള്ളത്. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 47 വരെയുള്ള അധ്യായങ്ങളും ഖുർആനിലെ 12-ാം അധ്യായത്തിലും വിവരണങ്ങളിൽ കാണുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച്, അതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ പലസ്തീനിൽ നിന്ന് യാക്കോബും മക്കളും ഈജിപ്തിലെത്തിയത് യൂസഫിന്റെ അധികാരകാലത്തായിരുന്നുവെന്ന് ഖുർആനും ബൈബിളും വ്യക്തമാക്കുന്നു. യാക്കോബിനോടൊപ്പം 70 പേരാണ് ഈജിപ്തിലെത്തിയതെന്ന് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 28-ാം വചനം പറയുന്നുണ്ട്. ഇവരും ഇവരുടെ പിന്മുറക്കാരുമാണ് പിൽക്കാലത്ത് ബനി ഇസ്രായേൽ എന്നറിയപ്പെട്ടത്. അന്നത്തെ ഫറോവാന്റെ നിർദ്ദേശപ്രകാരം ഈജിപ്തിലെ ഏറ്റവും നല്ല ദേശമായ റംസേസ് യാക്കോബിനും മക്കൾക്കുമായി യോസെഫ് നൽകിയതായും ക്ഷാമകാലത്തിന് ശേഷം അവർ ഈജിപ്തിലെ ഗോഷേൻ ദേശത്ത് പാർത്തതായും അവിടെ അവർക്ക് ധാരാളം സ്വത്തുക്കളും സന്താനങ്ങളും ഉണ്ടായതായും അവിടെ 17 വർഷക്കാലം ജീവിച്ച ശേഷം തന്റെ 147-ാം വയസ്സിൽ സമൃദ്ധി അനുഭവിച്ചുകൊണ്ട് യാക്കോബ് മരണപ്പെട്ടതായും പിതൃമരണത്തിന് ശേഷം കുറെ കാലം ജീവിച്ച് തന്റെ 110-ാമത്തെ
വയസ്സിൽ യോസേഫും മരിച്ചതായും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ഉപസംഹരിക്കുന്നത്. 49-50 അധ്യായങ്ങൾ. രാജകീയമായ പരിഗണനയോടെ ഈജിപ്തിൽ കുടിയിരുത്തപ്പെട്ട ഇസ്രായേൽ മക്കൾ പിന്നെ എങ്ങനെയാണ് അടിമകളായി തീർന്നത്? ഈ ചോദ്യത്തിന് ബൈബിൾ നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി. അവന് യോസഫിനെ പറ്റി അറിവില്ലായിരുന്നു. അവൻ തന്റെ ജനത്തോട് പറഞ്ഞു, നോക്കുവിൻ, ഇസ്രായേൽ ജനത്തിന്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചേർന്നു നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടു പോവുകയും ചെയ്തേക്കാം. അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് അവരോട് തന്ത്രപൂർവം പെരുമാറാം. അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു. അങ്ങനെ ഇസ്രായേൽക്കാർ ഫറവോയ്ക്ക് വേണ്ടി പിത്തോം, റാംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു. എന്നാൽ പീഡിപ്പിക്കുന്തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി. അവരെ കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചു. കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി. മർദ്ദനത്തിന് കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേല്യർ നിർബന്ധിതരായി. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-14 വരെയുള്ള വചനങ്ങൾ. ഫറവോൻ ഇസ്രായേല്യരെ നിഷ്ഠൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കെ അവരിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് 49-ാം വചനം ആരംഭിക്കുന്നത്. ഈജിപ്തിലെ രാജാവായിരുന്ന സേത്തി ഒന്നാമന്റെ കാലത്തായിരിക്കണം ഇസ്രായേല്യർക്കെതിരെയുള്ള മർദ്ദനങ്ങൾ ആരംഭിച്ചത് എന്നാണ് ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫുകളെ ബൈബിൾ പരാമർശങ്ങളുമായി താരതമ്യം ചെയ്ത് പഠിച്ച പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈജിപ്തിലെ പുരാതന ലിപിയാണ് ഹൈറോഗ്ലിഫ്. ഒരു തരം ചിത്രലിപിയാണത്. 1799 ക്രിസ്തുവിന് 196 വർഷങ്ങൾക്ക് മുമ്പത്തെ രാജകീയ കൽപ്പന രേഖപ്പെടുത്തിയ റോസറ്റ സ്റ്റോൺ കണ്ടെത്തിയതോടെയാണ് ഈ ലിപി വായിക്കുവാനുള്ള പരിശ്രമങ്ങൾ വിജയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിനെ കുറിച്ച പഠനങ്ങൾ ഇന്ന് ഏറെ വികസിച്ചിട്ടുണ്ട്. ഈജിപ്തിന്റെ പൗരാണിക ചരിത്രത്തെ 30 രാജവംശങ്ങളുടെ കാലഘട്ടങ്ങളായി വിഭജിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. ഫറോവാൻ എന്ന ഈജിപ്തിലെ രാജാക്കന്മാരെ ബൈബിൾ വിളിച്ചിരിക്കുന്ന പേര് ഹൈറോഗ്ലിഫുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പെർ ആ എന്ന പദദ്വയത്തിൽ നിന്നാണ് ഫറോവോനിന്റെ ഉൽപ്പത്തി. മഹാഭവനം അഥവാ ഗ്രേറ്റ് ഹൗസ് എന്നാണ് ഇതിനർത്ഥം. ക്രിസ്തുവിന് മുമ്പ് 3-ാം സഹസ്രാബ്ദം മുതൽ 2-ാം സഹസ്രാബ്ദത്തിന്റെ ആദ്യ പകുതി വരെ ഈ നാമം ഉപയോഗിച്ചിരുന്നത് രാജകൊട്ടാരത്തിനായിരുന്നു. 18-ാം രാജവംശത്തിലെ തുത്മോസ് മൂന്നാമന്റെ കാലം മുതലാണ് പെർ ആ രാജാവിനെ തന്നെ വിളിക്കുന്ന നാമമായി തീർന്നത്. 22-ാം രാജവംശത്തിലെ ശോഷൻഖ് ഒന്നാമന്റെ കാലം മുതൽ രാജനാമത്തോടൊപ്പം ബൈബിളിൽ കാണുന്നത് പോലെ ഫറോവോനെന്ന് ചേർത്ത് വിളിക്കുന്ന സമ്പ്രദായമുണ്ടായി. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, ദ ഫെങ് ആൻഡ് വാഗ്നേഴ്സ് എൻസൈക്ലോപീഡിയ, നെൽസൺസ് ഇലസ്ട്രേറ്റഡ് ബൈബിൾ ഡിക്ഷണറി, ഹാർപ്പേഴ്സ് ബൈബിൾ ഡിക്ഷണറി, വേദശാബ്ദ രത്നാകരം തുടങ്ങിയ ആധികാരിക ഗ്രന്ഥങ്ങളെല്ലാം ക്രിസ്തുവിന് 15-ാം നൂറ്റാണ്ടിന് മുമ്പ് ഫറോവോൻ എന്ന പദപ്രയോഗം രാജാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിലനിന്നിരുന്നില്ലെന്ന വസ്തുത അംഗീകരിക്കുന്നു. BC 1352-നും 1348-നും ഇടയ്ക്കായിരിക്കണം രാജാക്കന്മാരെ ഫറോവോനെന്ന് അഭിസംബോധന ചെയ്യുന്ന രീതിയുടെ തുടക്കമെന്നാണ് ഹീറോഗ്ലിഫുകളെ സൂക്ഷ്മമായി പഠിച്ച പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേല്യരെ പീഡിപ്പിക്കാൻ ആരംഭിച്ച സേത്തി ഒന്നാമൻ 19-ാം രാജവംശത്തിൽ ജീവിച്ചയാളാണ്. ക്രിസ്തുവിന് മുമ്പ് 1279 മരണപ്പെട്ട അദ്ദേഹത്തെ ഫറോവാനെന്ന് തന്നെ ആയിരിക്കണം അക്കാലത്തെ പ്രജകൾ വിളിച്ചിട്ടുണ്ടാവുക എന്നാണ് ഹീറോഗ്ലിഫുകൾ നൽകുന്ന അറിവ്. മോശയുടെ കാലത്തെ ഈജിപ്ഷ്യൻ രാജാവിനെ ഫറോവോനെന്ന് പരിചയപ്പെടുത്തിയ ഖുർആനിന്റെയും ബൈബിളിന്റെയും രീതി 100% കുറ്റമറ്റതാണെന്ന് ക്രിസ്താബ്ദം 19-ാം നൂറ്റാണ്ടിന് ശേഷം നടന്ന ഈജിപ്റ്റോളജിയിലെ പഠനങ്ങൾ വ്യക്തമാക്കുന്നുവെന്നാണ് ഇതിനർത്ഥം. ഖുർആൻ ഫിർഔൻ എന്ന് വിളിച്ചിരിക്കുന്നത് മൂസാ നബിയുടെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെ മാത്രമാണ്. മൂസാ നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഫിർഔനിന്റെ നാമം നിരവധി തവണ ഖുർആനിൽ കാണാം. ഉദാഹരണം 7-ാം അധ്യായം 104 മുതൽ 137 വരെയുള്ള സൂക്തങ്ങൾ, 8-ാം അധ്യായം 52, 53, 54 സൂക്തങ്ങൾ, 10-ാം അധ്യായം 75 മുതൽ 90 വരെയുള്ള സൂക്തങ്ങൾ, 20-ാം അധ്യായം 24 മുതൽ 78 വരെയുള്ള സൂക്തങ്ങൾ, 26-ാം അധ്യായം 10 മുതൽ 66 വരെയുള്ള സൂക്തങ്ങൾ, 28-ാം അധ്യായം 3 മുതൽ 42 വരെയുള്ള സൂക്തങ്ങൾ, 28-ാം അധ്യായം 24 മുതൽ 46 വരെയുള്ള സൂക്തങ്ങൾ, 43-ാം അധ്യായം 46 മുതൽ 85 വരെയുള്ള സൂക്തങ്ങൾ, 51-ാം അധ്യായം 38, 39, 40 സൂക്തങ്ങൾ, 79-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള സൂക്തങ്ങൾ,
ബൈബിളിന്റെ സ്ഥിതി ഇതല്ല. ബൈബിളിൽ പലരെയും ഫറോവാനെന്ന് അഭിസംബോധന ചെയ്തതായി കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ 10 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ അബ്രഹാമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് 6 തവണ ഫറോവാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്റ്റോളജിയിലെ പഠനങ്ങൾ അബ്രഹാമിന്റെയും യോസഫിന്റെയും കാലത്തെ ഈജിപ്ഷ്യൻ രാജാവിനെ ഫറോവാനെന്ന് അഭിസംബോധന ചെയ്തത് ചരിത്രപരമായ അബദ്ധമാണെന്ന് സ്ഥാപിക്കുന്നവയാണ്. ക്രിസ്തുവിന് മുമ്പ് 1850-നും 2300-നും ഇടയിൽ എപ്പോഴോ ആയിരിക്കണം അബ്രഹാം ജീവിച്ചിരുന്നതെന്നാണ് ഗവേഷകരുടെ പക്ഷം. ഈജിപ്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ 6 മുതൽ 12 വരെ രാജവംശങ്ങളുടെ കാലങ്ങൾക്കിടയിലായിരിക്കണം അബ്രഹാമിന്റെ ജീവിതമെന്നർത്ഥം. 18-ാം രാജവംശത്തിന്റെ സമയത്താണ് രാജാക്കന്മാരെ ഫറോവൻ എന്ന് വിളിക്കാൻ തുടങ്ങിയതെങ്കിൽ പിന്നെ എങ്ങനെയാണ് അബ്രഹാമിന്റെ കാലത്തെ രാജാവിനെ ഫറോവൻ എന്ന് വിളിക്കുക? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 40-41 അധ്യായങ്ങളിൽ യോസഫിന്റെ കാലത്തെ രാജാവിനെ 90 തവണയാണ് ഫറവോൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ബൈബിളിലെ സംഭവ വിവരണങ്ങളുടെ വെളിച്ചത്തിൽ നോക്കിയാൽ യോസഫ് ഈജിപ്തിലെത്തിയത് ഹിക്സോസ് വംശത്തിന്റെ ഭരണകാലത്തായിരിക്കണം. ക്രിസ്തുവിന് മുമ്പ് 1720 മുതൽ 1550 വരെയാണ് ഹിക്സോസ് വംശത്തിന്റെ കാലം. 15-ാം രാജവംശത്തിന്റെ കാലത്തായിരിക്കണം ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. 18-ാം രാജവംശത്തിന്റെ കാലത്താണ് ഫറോവോൻ എന്ന അഭിസംബോധന ആരംഭിച്ചതെന്ന ഹൈറോഗ്ലിഫുകൾ നൽകുന്ന വിവരത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ യോസഫിന്റെ കാലത്തെ രാജാവിനെ ഫറോവോൻ എന്ന് വിളിച്ചിരിക്കുന്നതും അബദ്ധമാണ്. അബ്രഹാമിന്റെയും യോസഫിന്റെയും കാലത്തെ രാജാക്കന്മാരെ കുറിച്ച് ഖുർആനിൽ സൂചനകളുണ്ട്. അവിടെയൊന്നും ഖുർആൻ അവരെ ഫറോവോൻ എന്ന് അഭിസംബോധന ചെയ്യുന്നില്ല. ബൈബിളിലെ ചരിത്രം പറയുമ്പോൾ തന്നെ ഖുർആൻ അബദ്ധങ്ങൾ അരിച്ചുമാറ്റുന്നു എന്നാണ് ഇതിനർത്ഥം. അത്ഭുതകരമാണ് ഖുർആനിന്റെ ഈ സവിശേഷത. മോശയുടെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെ പുറപ്പാട് പുസ്തകം 121 പ്രാവശ്യം ഫറോവോൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഖുർആനും മൂസാ നബിയുടെ കാലത്തെ രാജാവിനെ ഫിർഔൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആൻ ഇവിടെ ചരിത്ര കഥനത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുന്നത് കാണാം. ഇബ്രാഹിമിന്റെയും യൂസുഫിന്റെയും കാലത്തെ രാജാക്കന്മാരെ ഫിർഔൻ എന്ന് സംബോധന ചെയ്യാതിരിക്കുകയും മൂസായുടെ കാലത്തെ രാജാവിനെ മാത്രം ഫിർഔൻ എന്ന് വിളിക്കുകയും ചെയ്യുക എന്ന സൂക്ഷ്മത ദൈവികമാണ്. ഖുർആൻ എന്ന വസ്തുത വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ചരിത്ര കഥനങ്ങളിൽ കാണുന്ന ഈ സൂക്ഷ്മത. അതാണ് കൃത്യമായ അഭിസംബോധന എന്ന സത്യം ലോകത്തിന് മനസ്സിലാകുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഹൈറോഗ്ലിഫുകളുടെ വായനയ്ക്ക് ശേഷം മാത്രമാണ്. ചരിത്രത്തിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുമ്പോഴും ഉത്ഖനന ഗവേഷണങ്ങൾ കൃത്യമായ വസ്തുതകൾ വെളിപ്പെടുത്തുമ്പോഴുമെല്ലാം ഖുർആനിന്റെ കൃത്യതയും സൂക്ഷ്മതയും അങ്ങനെ അതിന്റെ ദൈവികതയുമാണ് വെളിപ്പെടുത്തുന്നതെന്ന വസ്തുത എത്രമാത്രം വലിയ അത്ഭുതമല്ല. ഇസ്രായേലിയരുടെ ആൺമക്കളെ ഫറോവാനിന്റെ ആളുകൾ കൊല്ലുകയും പെണ്ണുങ്ങളെ വെറുതെ വിടുകയും ചെയ്തപ്പോൾ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയതായാണ് ഈ ഖുർആൻ വചനം സൂചിപ്പിക്കുന്നത്. ഇക്കാര്യം ബൈബിൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഈജിപ്തു രാജാവ് ഷിഫ്ര, പൂവ എന്നു പേരായ 2 ഹെബ്രായ സൂതികർമ്മിണികളോട് പറഞ്ഞു, നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ. പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം, പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു. ആകയാൽ രാജാവ് സൂതികർമ്മിണികളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടത് എന്തുകൊണ്ടോ? സൂതികർമ്മിണികൾ ഫറോവയോട് പറഞ്ഞു, ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെയല്ല. അവർ പ്രസരിപ്പുള്ളവരാകയാൽ സൂതികർമ്മിണി ചെന്നെത്തും മുമ്പേ പ്രസവിച്ചു കഴിയും. ദൈവം സൂതികർമ്മിണികളോട് കൃപ കാണിച്ചു. ജനം വർദ്ധിച്ചു, പ്രബലരായി തീർന്നു. സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു. അപ്പോൾ ഫറവോൻ പ്രജകളോട് കൽപ്പിച്ചു, ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയുവിൻ, പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. നിങ്ങളുടെ ആൺമക്കളെ അബ്നാഅക്കും അറുകൊല ചെയ്തുവെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പെൺമക്കളെ ബനാത്തുക്കും വെറുതെ വിട്ടുവെന്ന് പറയാതെ പെണ്ണുങ്ങളെ നിസാഅക്കും വെറുതെ വിട്ടുവെന്ന് ഖുർആൻ പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഫറോവാൻ സൂതികർമ്മിണികൾക്ക് നൽകിയ കൽപ്പന ആൺകുട്ടികളെ കൊല്ലാനും പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുകയുമായിരുന്നുവെന്ന് ബൈബിളിന്റെ വിവരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഈ ആയത്തിൽ പറയുന്നത് ഫറോവോനിന്റെ ആളുകളുടെ നിഷ്ഠൂരമായ മർദ്ദനത്തെക്കുറിച്ചാണ്. പെൺമക്കളെയെങ്കിലും ജീവിക്കാൻ അനുവദിച്ചത് മർദ്ദനമല്ല, പ്രത്യുത അനുഗ്രഹമാണെന്നും ഫറോവോനിന്റെ ഔദാര്യമാണെന്നും തോന്നാവുന്നതാണ്. പെൺമക്കളെ വെറുതെ വിടാനുള്ള ഫറോവോനിന്റെ കൽപ്പനയ്ക്ക് പിന്നിലുള്ള ചോദന എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഔദാര്യത്തിന് പിന്നിലുള്ള പീഡനം എന്താണെന്ന് അറിയാനാവുക.
ഫറവോനിന്റെയും കൂട്ടരുടെയും അടിമകളായി കഴിഞ്ഞിട്ടുള്ള ഇസ്രായേല്യർക്കുണ്ടാകുന്ന പെൺകുഞ്ഞുങ്ങൾ സ്വാഭാവികമായും അവരുടെ അടിമ സ്ത്രീകളായിട്ടായിരിക്കും വളർന്നു വരിക. ഈജിപ്തുകാരുടെ ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകാനായിരിക്കും അവരുടെ വിധി. യാതൊരു ധാർമ്മിക നിയമങ്ങളുമില്ലാത്ത ഫറവോനിന്റെ സമൂഹത്തിൽ ഇസ്രായേല്യർക്കിടയിൽ ആണുങ്ങളില്ലാതെ വരികയും സ്ത്രീകൾ മാത്രമാവുകയും ചെയ്യുമ്പോൾ അവർ സഹിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ എത്രത്തോളമായിരുന്നുവെന്ന് ഊഹിക്കാനാവും. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പെൺമക്കൾ ഫറവോനിന്റെയും കൂട്ടരുടെയും ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാവുകയും അവരുടെ മക്കളെ പ്രസവിക്കുകയും ആ മക്കൾ വീണ്ടും അടിമപ്പന്തിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുക എന്നതായിരിക്കും അവർ കൊല്ലപ്പെടുന്നതിനേക്കാൾ വലിയ പരീക്ഷണം. ജീവിക്കാൻ വിടുന്ന പെൺകുട്ടികൾ താൽക്കാലികമായി രക്ഷപ്പെടുമെങ്കിലും അവർ സ്ത്രീകളായി തീരുന്നതോടെ അവരും മാതാപിതാക്കളും സഹിക്കേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ അതിക്രൂരമായിരിക്കും. ഫറവോനിന്റെ ആളുകളുടെ നിഷ്ഠൂരമായ മർദ്ദനത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ പെൺമക്കളെ വെറുതെ വിടുവാൻ കൽപ്പിച്ചുവെന്ന ബൈബിൾ വർത്തമാനം ആവർത്തിക്കുന്നതിന് പകരം അവരിലെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ചുവെന്ന് പറഞ്ഞ ഖുർആനിന്റെ രീതി കൃത്യവും സൂക്ഷ്മവുമാണെന്നർത്ഥം. ചരിത്ര വിവരണങ്ങളിലെ പദപ്രയോഗങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ പോലുമുള്ള ഖുർആനിന്റെ ഈ കൃത്യത അതിന്റെ ദൈവികത വെളിപ്പെടുത്തുന്ന സവിശേഷതകളിലൊന്നാണ്. ഒരു സമുദായത്തിലെ ആൺമക്കൾ മുഴുവൻ കൊല്ലപ്പെടുക, സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുക, വലിയ പരീക്ഷണമാണിതെന്ന് പറയേണ്ടതില്ല. പരീക്ഷണം എന്നാണ് ബലാ എന്നാൽ അർത്ഥം. തിന്മയാലും നന്മയാലും നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് 21-ാം അധ്യായം 35-ാം സൂക്തത്തിൽ. പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നുണ്ടോ എന്നും നന്മയുണ്ടാകുമ്പോൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്നുമാണ് പരീക്ഷിക്കപ്പെടുന്നത്. ഫറവോനിന്റെ ആളുകളുടെ കടുത്ത പീഡനങ്ങൾ ഇസ്രായേല്യർക്ക് 2 രൂപത്തിലുള്ള പരീക്ഷണമായിരുന്നു. അവരുടെ മക്കളെ അറുകൊല ചെയ്യാൻ വേണ്ടിയുള്ള ഫറവോനിന്റെ കൽപ്പന അവരുടെ ക്ഷമയെയും സഹനത്തെയും പരീക്ഷിക്കുന്നത്. സൂതി കർമ്മിണികളിലൂടെ കുറെ ഇസ്രായേൽ മക്കളെ രക്ഷിച്ചത് അവരുടെ കൃതജ്ഞതയും ദൈവ സമർപ്പണത്തെയും പരീക്ഷിക്കുന്നത്. ഇത്തരം പരീക്ഷണങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാം. അതിനോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്നതിനനുസരിച്ചാണ് ഇഹത്തിലെയും പരത്തിലെയും വിജയം തീരുമാനിക്കുന്നത്. നന്മ കൊണ്ടുള്ളതാണെങ്കിലും തിന്മ കൊണ്ടുള്ളതാണെങ്കിലും പരീക്ഷണങ്ങളെ നിഷേധാത്മകമായല്ലാതെ നോക്കിക്കാണുകയും സൃഷ്ടിപരമായി മാത്രം ചിന്തിക്കുകയും ചെയ്യേണ്ടവനാണ് വിശ്വാസി. ഇസ്രായേല്യരുടെ ചരിത്രം നൽകുന്ന വലിയ പാഠങ്ങളിലൊന്നാണത്. ഖുർആൻ ആസ്വാദനം. ഖുർആൻ പാരായണം, നിയമങ്ങളുടെ വിശദീകരണം. അബ്ദുള്ള തിരൂർക്കാട്. ആസ്വാദനം, രചന MM അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ.